യെശയ്യാവ് അധ്യായം 15. മോവാബിനെ കുറിച്ചുള്ള പ്രവാചകം. ഒരു രാത്രിയിൽ മോവാബിലെ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ബെയീത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു. നെബോവിലും മേദേബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്രിച്ചും ഇരിക്കുന്നു. അവരുടെ വീഥികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു. അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു. ഹെശ്ബോനും എലയാലയും നിലവിളിക്കുന്നു. അവരുടെ ഒച്ച യഹസ് കേൾക്കുന്നു. അതുകൊണ്ട് മോവാബിൻ്റെ ആയുധപാണികൾ അലറുന്നു. അവൻ്റെ പ്രാണൻ അവൻ്റെ ഉള്ളിൽ നടുങ്ങുന്നു. എൻ്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു. അതിലെ കുലീനന്മാർ സോവാരിലേക്കും എഗ്ലത്ത് ഷെളി ഷിയയിലേക്കും ഓടിപ്പോകുന്നു. ലൂഹീത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു. ഹോരോ നയീമിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിൻ്റെ നിലവിളി കൂട്ടുന്നു. നിമ്മിറീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു. അതുകൊണ്ട് പുല്ലുണങ്ങി ഇളമ്പുല്ല് വാടി പച്ചയായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു. ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വെച്ചതും അലരി തോട്ടിനക്കരയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നു. നിലവിളി മോവാബിൻ്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു. അലർച്ച എഗ്ലീം വരെയും കൂക്കൽ ബേർ ഏലീം വരെയും എത്തിയിരിക്കുന്നു. ദീമോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ദീമോൻ്റെ മേൽ ഇതിലധികം വരുത്തും. മോവാബിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഞാൻ ഒരു സിംഹത്തെ വരുത്തും. അധ്യായം 16. നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പീൻ. മോവാബിൻ്റെ പുത്രിമാർ കൂടുവിട്ടലയുന്ന പക്ഷികളെ പോലെ അർണോൻ്റെ കടവുകളിലിരിക്കും. ആലോചന പറഞ്ഞു തരിക, മധ്യസ്ഥം ചെയ്യുക. നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെപ്പോലെ ആക്കുക. കഷ്ടന്മാരെ ഒളിപ്പിക്കുക. അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത്. മോവാബിൻ്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ. കവർച്ചക്കാരൻ്റെ മുമ്പിൽ നീ അവർക്കൊരു മറവായിരിക്ക. എന്നാൽ പീഡകൻ ഇല്ലാതെയാകും. കവർച്ച അവസാനിക്കും. ചവിട്ടിക്കളയുന്നവർ ദേശത്തു നിന്ന് മുടിഞ്ഞു പോകും. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും. അതിന്മേൽ ദാവീദിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. ഞങ്ങൾ മോവാബിൻ്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർവിയാകുന്നു. അവൻ്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയെയും കുറിച്ചും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോവാബിനെപ്പറ്റി മോവാബ് തന്നെ മുറയിടും. എല്ലാവരും മുറയിടും. കീർ ഹരേശ്യത്തിൻ്റെ മുന്തിരിയടകളെക്കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. ഹെശ്ബോൻ വയലുകളും ശിപ്മയിലെ മുന്തിരിവള്ളിയും ഉണങ്ങിക്കിടക്കുന്നു. അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചു കളഞ്ഞു. അത് യസേർ വരെ നീണ്ട് മരുഭൂമിയിലോളം പടർന്നിരിക്കുന്നു. അതിൻ്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു. അതുകൊണ്ട് ഞാൻ യസേരിനോടുകൂടെ ശിപ്മയിലെ മുന്തിരിവള്ളിയെക്കുറിച്ച് കരയും. ഹെശ്ബോനെ, എലയാലെ, ഞാൻ നിന്നെ എൻ്റെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കും. നിന്റെ വേനൽ കനികൾക്കും നിന്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്ത് നിന്ന് പോയിപ്പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷവുമില്ല. ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയുമില്ല. മുന്തിരിക്കൊയ്ത്തിൻ്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം മോവാബിനെക്കുറിച്ചും എൻ്റെ അന്തരംഗം കീർ ഹേരേശിനെക്കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകയില്ല. ഇതാകുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെക്കുറിച്ച് അരുളി ചെയ്ത വചനം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ, കൂലിക്കാരൻ്റെ ആണ്ടുപോലെയുള്ള 3 ആണ്ടിനകം മോവാബിൻ്റെ മഹത്വം അവൻ്റെ സർവ മഹാപുരുഷാരത്തോടും കൂടെ തുച്ഛീകരിക്കപ്പെടും. അവൻ്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. അധ്യായം 17. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ഇതാ, ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യ കൂമ്പാരമായി തീരും.
അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു, അവ ആട്ടിൻകൂട്ടങ്ങൾക്കായിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞുകിടക്കും. എഫ്രൈമിൽ കോട്ടയും ദമ്മേശെക്കിൽ രാജത്വവും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അന്നാളിൽ യാക്കോബിൻ്റെ മഹത്വം ക്ഷയിക്കും, അവൻ്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ രെഫായീം താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെയുമായിരിക്കും. ഒലിവ് തല്ലുമ്പോൾ വൃക്ഷാഗ്രത്തിൽ 2-3 കായോ ഫലവൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ 4-5 കായോ ഇങ്ങനെ കാലാപറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും വിരലുകളാൽ ഉണ്ടാക്കിയ അശേര വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തൻ്റെ സൃഷ്ടാവെങ്കിലേക്ക് തിരികെയും അവൻ്റെ കണ്ണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും. അന്നാളിൽ അവൻ്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോര്യരും ഹിവ്യരും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജന ദേശം പോലെയാകും. അവ ശൂന്യമായി തീരും. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതിരിക്കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു. എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പൊയ്പോകും. അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. എങ്കിലും അവനവരെ ശാസിക്കും. അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും. കാറ്റിൻ മുൻപിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിൻ മുൻപിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും. സന്ധ്യാസമയത്ത് ഇതാ ഭീതി, പ്രഭാതത്തിനു മുമ്പേ അവൻ ഇല്ലാതെയായി. ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കും ആകുന്നു. അധ്യായം 18. അയ്യോ, കൂശിലെ നദികൾക്കരികെ ചിറക് കിരുകിരുക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേശമേ, ശീഘ്ര ദൂതന്മാരെ, നിങ്ങൾ ദീർഘകായകന്മാരും മൃദു ചർമ്മികളുമായ ജാതികളുടെ അടുക്കൽ, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതിയുടെ അടുക്കൽ, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതിയുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ, കാഹളം ഊതുമ്പോൾ കേൾപ്പിൻ. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു: വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ, കൊയ്ത്തുകാലത്ത് ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ ഞാൻ എൻ്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. കൊയ്ത്തിനു മുമ്പേ മുട്ടിട്ട് കഴിഞ്ഞു, പൂ പൊഴിഞ്ഞ് മുന്തിരിങ്ങ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തിക്കളയും. അതൊക്കെയും മലയിലെ കഴുകിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും. കഴുക് അതുകൊണ്ട് വേനൽ കഴിക്കും, ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും. ആ കാലത്ത് ദീർഘകായന്മാരും മൃദു ചർമ്മികളുമായ ജാതി, ആരംഭം മുതൽ ഇന്നുവരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ, സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും.